കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൂവപ്പള്ളി സ്വദേശി മുഹമ്മദ് സെയ്ഫാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഷിനോജ് ജസ്റ്റ് വിവരങ്ങളുമായിട്ട്. ഷിനോജ്, വേനൽമഴ പലയിടത്തും ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടി ഉണ്ടാക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? ദിവിഷ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റ് ഈ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നത്. കൂവപ്പള്ളി കുരട്ടിപ്പറമ്പിൽ സ്വദേശി ഇർഷാദിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് സെയ്ഫാണ് മരിച്ചത്. 20 വയസ്സ് മാത്രമാണ് പ്രായം. കോട്ടയം CMS കോളേജിലെ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഈ മൃതദേഹം കാഞ്ഞിരപ്പള്ളി 26ാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വേനൽ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു നാട്ടുകാരൊക്കെ സംബന്ധിച്ച് വലിയ തീർത്താൽ ദുഃഖമായി തന്നെ മാറുകയാണ്. അവിടെ പരിസര പ്രദേശങ്ങളിൽ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടോ മഴ തുടരുകയാണോ? ദിവിഷയെ, കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലും പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ മഴ ഇന്ന് വൈകിട്ടൊക്കെ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ മഴ വൈകിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ പല പ്രശ്നങ്ങളുമൊക്കെ തന്നെ, വേറെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ ഈ മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സമാനമായി തന്നെ ചില കൃഷിനാശങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. എന്തായാലും ഇപ്പോൾ നിലവിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള കോട്ടയം CMS കോളേജ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ഇടിമിന്നലേറ്റ് മരിച്ചിരിക്കുന്നത്. ശരി, ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടിമിന്നലേറ്റ് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ ഒരു മരണം. മുഹമ്മദ് സെയ്ഫ് 20 വയസ്സ്, കോട്ടയം CMS കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സെയ്ഫാണ് കൂവപ്പള്ളിയിൽ ഇടിമിന്നലേറ്റ് മരിച്ചത്.